പെണ്ണഴക്. ടൗണിലൂടെ വേഗത്തിൽ ചീറിപ്പാഞ്ഞു പോവുകയാണ് അവൻ്റെ ബുള്ളറ്റ്. വെളുത്ത നിറമാണ് അവന്. ആ മുഖത്തിപ്പോൾ ടെൻഷനാണ്. ഒരു ബ്ലാക്ക് കളർ ഷർട്ടും ഗ്രേ കളർ പാൻറ്റുമാണ് അവൻ്റെ വേഷം. ഒരു കയ്യിൽ ഒരു സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഉണ്ട്, മറ്റേ കയ്യിൽ ഒരു വാച്ചും. അവൻ ഹർഷൻ മഹാദേവൻ. അവൻ്റെ തോളിൽ ഒരു ബാഗുണ്ട്. ഹെൽമറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും അവൻ ഫോണിലൂടെ ആരോടോ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ടൗണിൽ നിന്നും തിരക്കൊഴിഞ്ഞൊരു ഗ്രാമത്തിൻ്റെ ചെറിയ റോഡുള്ള ഭാഗത്തേക്ക് എത്തിയതും അവൻ്റെ ശ്രദ്ധ ഫോണിലേക്ക് മാത്രമായിപ്പോയി. പക്ഷേ പെട്ടെന്ന് ഒരു പെൺകുട്ടി അവൻ്റെ ബൈക്കിന് മുന്നിലേക്ക് വന്ന് ചാടി. ഹർഷൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. ആ പെൺകുട്ടി കണ്ണുകൾ ഇറുക്കിയടച്ച് ചെവി പൊത്തിപ്പിടിച്ചു. ഹർഷനും ഒരു നിമിഷം ഭയന്നുപോയിരുന്നു. അപ്പോഴേക്കും അവൻ്റെ ഫോണും നിലത്തേക്ക് വീണ് അതിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയിരുന്നു. അത് കണ്ട് അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ പെട്ടെന്ന് ബുള്ളറ്റ് സൈഡാക്കി അവൾക്കടുത്തേക്ക് പാഞ്ഞു വന്ന് അവളെ പിടിച്ചു തിരിച്ച് അവളുടെ കവിളിലേക്ക് വീശിയടിച്ചു. ആ! അവളിൽ നിന്നും വേദനയോടെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. എന്താടി, കണ്ണ് കണ്ടൂടെ നിനക്ക്? പൊട്ടിയാണോ നീ? ഇപ്പം തീർന്നേനെ, നാശം പിടിച്ചവൾ. മനുഷ്യരെ പേടിപ്പിച്ചു കളഞ്ഞു, അവൻ അലറി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ അത് അവൾ എന്തോ പറയാൻ ശ്രമിച്ചു. മിണ്ടാതെ പോവാൻ നോക്കടി, അല്ലെങ്കിലേ മനുഷ്യന് സമാധാനമില്ല. അതിനിടെ നിന്നെപ്പോലുള്ള അവളുമാരുടെ സർക്കസും. അവൻ പല്ലിരുമ്മി. സോറി സാർ, ഞാൻ കണ്ടില്ല. അവൾ തേങ്ങി. അവൻ അവളെ തുറച്ചു നോക്കി. പക്ഷേ അവളുടെ മുഖത്ത് അത് കണ്ട ഭാവവ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ അപ്പോഴും കരയുകയാണ്. നിന്നു മോങ്ങാതെ വണ്ടിയുടെ മുന്നിൽ നിന്ന് മാറടി, അവൻ അലറിക്കൊണ്ട് ഫോണെടുത്ത് തിരികെ അവൻ്റെ ബുള്ളറ്റിലേക്ക് കയറി. അപ്പോഴേക്കും അവൾ സൈഡ് ഒതുങ്ങി നിന്ന് തല താഴ്ത്തി പിടിച്ചിരുന്നു. ആ കനിമോളെ, ഇന്ന് ജോലി നേരത്തെ കഴിഞ്ഞോ? തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി അവളെ കണ്ട് ചോദിച്ചു. അവളൊന്ന് ഞെട്ടിയത് അവൻ വ്യക്തമായി കണ്ടു. പെട്ടെന്നവൾ ഉടുത്തിരുന്ന ധാവണിത്തുമ്പ് ഉയർത്തി അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ച് ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയിച്ചു. ഹർഷൻ ഒട്ടൊരത്ഭുതത്തോടെയാണ് ആ കാഴ്ച കണ്ടത്. അത്രയും നേരം കരഞ്ഞതപ്പോൾ അവളുടെ അഭിനയമാണോ എന്ന് പോലും അവൻ ചിന്തിച്ചു. അവളുടെ കുഞ്ഞി കണ്ണുകൾക്കുള്ളിൽ കാണുന്ന ഗോളങ്ങൾ രണ്ടും രണ്ടു ദിശയിലാണെന്ന് അവന് മനസ്സിലായി. എടി കോങ്കണ്ണി, മര്യാദയ്ക്ക് റോഡിലൂടെ നടന്നോണം, വെറുതെ പണി വാങ്ങിക്കാൻ നിൽക്കരുത്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോയി. അവൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം അവിടെ നിന്നും അകന്നു പോയതും അവളുടെ കണ്ണുകൾ വീണ്ടും ഈറനായി. അപ്പോഴേക്കും നേരത്തെ അവളോട് വിശേഷം ചോദിച്ച ആ സ്ത്രീ അവളുടെ അടുത്തേക്ക് വന്നു. ആരാ മോളെ അത്? അവർ ചോദിച്ചു. ഏയ്, ആരാണാവോ വത്സലേച്ചി, എനിക്കറിഞ്ഞൂടാ, അവൾ പുഞ്ചിരിച്ചു. അപ്പോഴും ആ കണ്ണുകൾ നിറയുന്നുണ്ട്. അയ്യോ, എന്തിനാ മോള് കരയുന്നത്? ഇതെന്താ മോളുടെ കവിളില്? അവർ ആകുലതയോടെ അവളുടെ കവിളിൽ തെളിഞ്ഞു കാണുന്ന പാടിൽ തൊട്ടുനോക്കി. അവൾ കൈകൾ ഉയർത്തി പതിയെ തപ്പിക്കൊണ്ട് അവരുടെ കൈകൾക്ക് മുകളിൽ കൈവച്ചു. അതാ സാറ് തന്നതാ വത്സലിച്ച്, ഇപ്പോൾ അങ്ങോട്ട് പോയില്ലേ ആ ആള്, അവൾ പുഞ്ചിരിച്ചു. എൻ്റെ ഭഗവാനെ, എന്തിനാ അത്? അതിനു വേണ്ടി എന്താ ഉണ്ടായേ? അവർ വേദനയോടെ ചോദിച്ചു. അത് വണ്ടിയുടെ ശബ്ദം ഞാൻ ശ്രദ്ധിച്ചില്ല വത്സലിച്ച്, പെട്ടെന്ന് അതിന് മുന്നിലേക്ക് ചെന്ന് ചാടിക്കൊടുത്തു. അപ്പോൾ പിന്നെ അടി കിട്ടാതിരിക്കുമോ? അവൾ പുഞ്ചിരിച്ചു. പക്ഷെ അവളിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നുപോയി. മോളെ, വത്സലയുടെ വാക്കുകൾ ഇടറി. അവൾ അല്പം നീങ്ങി നിന്നു. ഏയ് സാരമല്ല വത്സലേച്ചി, ആ സാറിനെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ, ഞാനല്ലേ ശ്രദ്ധിക്കേണ്ടത്. ഈ കണ്ണിലല്ലേ ഇരുട്ട് പടർന്നിട്ടുള്ളൂ, ചെവി കേൾക്കാലോ, എനിക്ക് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇടർച്ചയോടെ അത്രയും പറഞ്ഞ് അവൾ പതിയെ കൈ രണ്ടും മുന്നോട്ടുയർത്തി തപ്പി തപ്പി മുന്നോട്ട് നടന്നു. പാവം കുട്ടി. വത്സല അവൾ പോകുന്നത് നോക്കിയൊന്ന് നിശ്വസിച്ചു. അവൾ കനിമൊഴി, ആ നാട്ടുകാരുടെ സ്വന്തം കനി. ജനിച്ചപ്പോൾ തന്നെ ജീവിതം ഇരുട്ടിലായ പെൺകുട്ടി. അവൾക്ക് കാഴ്ചയില്ല എന്നറിഞ്ഞത് കൊണ്ട് അവളെ പ്രസവിച്ച അമ്മ അവളെ ഒരു കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അവിടെ നിന്നും അവളെ ഒരു 50 വയസ്സോളം പ്രായമുള്ള സ്ത്രീക്ക് കിട്ടി. അവർ അവളെ വളർത്തി. സുമംഗല എന്നായിരുന്നു അവരുടെ പേര്. ഭർത്താവ് മരിച്ച ശേഷം തനിച്ചായി പോയ ഒരു സ്ത്രീ. മക്കളില്ല, മറ്റു ബന്ധുക്കൾക്ക് അവരെ ആവശ്യവുമില്ല. ഒരു ചെറിയ ഒറ്റനില ഓടിട്ട വീട്ടിലാണ് അവരുടെ താമസം. സുമംഗല അവളെ സ്വന്തം പോലെ വളർത്തി. അവൾക്ക് അവർ കനിമൊഴി എന്ന് പേരിട്ടു. കനി എന്ന് വിളിച്ചു. അങ്ങനെ സുമംഗലയുടെ കനിമോളായി അവൾ അവിടെ വളർന്നു.
കനിക്ക് കാഴ്ചശക്തിയില്ല എന്നറിഞ്ഞപ്പോൾ അവർക്ക് വേദന തോന്നിയിരുന്നെങ്കിലും ഒരിക്കലും അവളെ ആ സ്ത്രീ ഉപേക്ഷിച്ചു കളഞ്ഞില്ല. കനിക്ക് അവർ അവളുടെ അമ്മ തന്നെയായിരുന്നു. അടുത്തൊരു വീട്ടിൽ വീട്ടുജോലി ചെയ്താണ് സുമംഗല കനിയെ പഠിപ്പിച്ചത്. ഇരുനിറത്തേക്കാൾ അല്പം കൂടി നിറമുണ്ട് അവൾക്ക്. ആദ്യമായി കാണുന്ന ആർക്കും ഒറ്റ നോട്ടത്തിൽ അവൾ കണ്ണു കാണാൻ കഴിയാത്തൊരു കുട്ടിയാണെന്ന് തോന്നില്ല. +2 കഴിഞ്ഞ ശേഷവും സുമംഗല അവളോട് മുന്നോട്ട് പഠിക്കാൻ പറഞ്ഞുവെങ്കിലും ഇനി പോകുന്നില്ല എന്നവൾ വാശി പിടിച്ചു. സുമംഗല പിന്നീട് അവളെ നിർബന്ധിച്ചില്ല. തനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അമ്മയെ തന്നെക്കൊണ്ടാകും വിധം നോക്കണമെന്നായിരുന്നു അവൾ അപ്പോൾ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. സുമംഗലയ്ക്ക് അപ്പോഴേക്കും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. അവിടെ അടുത്തെല്ലാം കനി ജോലി അന്വേഷിച്ചെങ്കിലും അവളുടെ കുറവുകൾ പറഞ്ഞ് അവൾക്ക് ജോലിയൊന്നും തന്നെ കിട്ടിയില്ല. ഒടുവിൽ ഒരു ചൂലുണ്ടാക്കുന്ന കമ്പനിയിൽ അവൾക്ക് ജോലി കിട്ടി. സ്ത്രീകൾ മാത്രം നടത്തുന്നൊരു ചെറിയ കമ്പനിയായിരുന്നു അത്. കൂലി കുറവായിരുന്നെങ്കിലും അവൾ സന്തോഷത്തോടെ ആ ജോലിക്ക് പോയി സുമംഗലയെ നോക്കി. അങ്ങനെ പിന്നെയും നാളുകൾ കടന്നുപോയി. ഇതിനിടയിൽ സമൂഹത്തിൽ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന എല്ലാ വിഷമത്തിലൂടെയും അവൾ കടന്നുപോയി. തൻ്റെ മുന്നിൽ ഇരുട്ടാണെങ്കിലും തനിക്ക് ചുറ്റുമുള്ളവർക്ക് മുന്നിൽ താൻ വെറുമൊരു ശരീരം മാത്രമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞ നിമിഷം. പലരും അവളെ മറ്റൊരർത്ഥത്തോടെ സമീപിച്ചപ്പോഴും ഉള്ളിലെ ഭയം മറച്ചുപിടിച്ച് അവൾ അവളുടെ മാനം സംരക്ഷിച്ചു. പക്ഷേ അവൾക്ക് 19 വയസ്സ് കഴിഞ്ഞ ദിവസങ്ങളിലൊരിക്കൽ സുമംഗല അവളെ വിട്ട് എന്നേക്കുമായി ഈ ഭൂമിയോട് വിട പറഞ്ഞു. തളർന്നുപോയി കനി. മുന്നോട്ടിനി എങ്ങനെ ജീവിക്കും, ആര് തന്നെ സംരക്ഷിക്കുമെന്നെല്ലാം ഓർത്തപ്പോൾ ആ കൊച്ചു പെണ്ണിന് സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ അടഞ്ഞുകിടക്കുന്ന വാതിലിനു മുന്നിൽ അവളെ പതിഞ്ഞ ശബ്ദത്തോടെ വിളിക്കുന്ന ആളുകളുടെ ശബ്ദം അവളുടെ പിന്നീടുള്ള രാത്രികളിലെ ഉറക്കം കളഞ്ഞു. അയൽക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആരും ഇതൊന്നും അറിയുന്നില്ലേയെന്ന് ചിന്തിക്കുമായിരുന്നു കനി. പുറത്തേക്കിറങ്ങി അവളെ കാമത്തോടെ സമീപിക്കുന്നവരെ വെട്ടിയരിയാൻ അവളിലെ സ്ത്രീ ആഗ്രഹിക്കുമ്പോഴും മുന്നിലെ ഇരുട്ട് അവളെ അതിൽ നിന്നും തടഞ്ഞു നിർത്തി. രാത്രിയിലെ ഉറക്കമില്ലാത്ത രാത്രികൾ അവൾക്ക് ഭയമായിരുന്നു. ഒന്ന് സമാധാനത്തിൽ ഉറങ്ങിയിട്ട് നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ ജോലിക്ക് പോയതാണ് കനി. വരുന്ന വഴി അപ്രതീക്ഷിതമായി ഹർഷന്റെ ബുള്ളറ്റിന് മുന്നിൽ പെട്ടുപോയതാണവൾ. ഓരോന്ന് ആലോചിച്ച് കനി അവളുടെ ഒറ്റമുറിയുള്ള വീട്ടിൽ ആ രാത്രിയും പേടിയോടെ കഴിച്ചുകൂട്ടി. അപ്പോഴും പുറത്തുനിന്നും ഓരോരുത്തരുടെ വഷളത നിറഞ്ഞ സംസാരം അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. കണ്ണുനീർ കവിളിനെ നനച്ച് ഒഴുകുമ്പോഴും അവൾ അത് അറിയുന്നുണ്ടായിരുന്നില്ല. ആകെ ഒരു മരവിപ്പ് മാത്രം. അമ്മേ, ഇപ്പം എങ്ങനെയുണ്ട്? ജയന്തിയുടെ അടുത്തായി ബെഡിലിരുന്നു കൊണ്ട് ഹർഷൻ ആകുലതയോടെ ചോദിച്ചു. അവർ അവനെ അലിവോടെ നോക്കി പതിയെ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഏയ്, എഴുന്നേൽക്കണ്ട അമ്മേ, അവിടെ കിടന്നേ, അവൻ ശാസനയോടെ അവരോട് പറഞ്ഞു. ജയന്തി പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. നിനക്ക് എന്താ മോനെ, ഈ വേദന ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുള്ളതല്ലേ, നീ എന്തിനാ അതിന് പേടിക്കണത്? അമ്മ പറഞ്ഞതല്ലേ ഓടിപ്പിടച്ചിങ്ങോട്ട് വരണ്ടാന്ന്. ഇവിടെ നിയമമോളുണ്ടായിരുന്നല്ലോ, അവർ അവനോട് സ്നേഹത്തോടെ പറഞ്ഞു. അവനൊന്ന് പുഞ്ചിരിച്ചു. അത് തന്നെ ഏട്ടാ, ഞാൻ നോക്കില്ല എൻ്റെ അമ്മേനെ, പിന്നെന്തിനാ നീ ഓടി ഇങ്ങോട്ട് വന്നത്? അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് ഒരു കുറുമ്പി അവനോട് ചോദിച്ചു. ഹർഷന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അതൊക്കെ എനിക്ക് അറിയാലോടി കുറുമ്പി, എന്നാലും ഏട്ടൻ്റെ കുട്ടി ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ, അതാ ഏട്ടൻ വേഗം ഇങ്ങോട്ട് പോന്നത്. അവൻ അവളെ പിടിച്ച് അവൻ്റെ മടിയിലിരുത്തി. നിമ അവനെ കുറുമ്പോടെ നോക്കി. അവൻ എന്താ എന്ന പോലെ അവളെ നോക്കി. അല്ല, ഏട്ടൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തി? അവൾ സംശയത്തോടെ ചോദിച്ചു. അതൊന്നും പറയണ്ട എൻ്റെ മോളെ, അമ്മ പെട്ടെന്ന് വിളിച്ച് നെഞ്ചുവേദനിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാനാകെ പേടിച്ചു പോയി. പിന്നെ ടൗണിൽ കൂടെ വന്ന് അവിടെ നിന്നൊരു എളുപ്പവഴി ഉണ്ടെന്ന് കേട്ടിരുന്നു, അതിലൂടെ പോന്നു. ഹാ, ആ വിശേഷമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അവൻ്റെ മുഖം പെട്ടെന്ന് വലിഞ്ഞു മുറുകി. ജയന്തിയും നിമയും അവനെ സംശയത്തോടെ നോക്കി. അതെന്താ ഹർഷ? ജയന്തി ചോദിച്ചു. ഹർഷൻ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് എല്ലാം അവരോട് പറഞ്ഞു. ജയന്തിയും നിമയും അവനെ വിശ്വാസം വരാതെ നോക്കി. എന്താ ഹർഷ ഇത്, നീ ഒരു പെൺകുട്ടി അടിച്ചുന്നോ? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ അമ്മയുടെ കുട്ടി. കഷ്ടണ്ട് മോനെ, പാവാ കുട്ടി, ജയന്തി വിഷമത്തോടെ പറഞ്ഞു. ഹർഷൻ അവരെ കൂർപ്പിച്ചു നോക്കി. ദേ അമ്മേ, മിണ്ടാതിരുന്നേ, അല്ലെങ്കിൽ ആലോചിച്ച് ഓരോന്ന് വരുത്തി വെക്കും. ഇനി ഇതും ഓർത്തിരുന്ന് ടെൻഷൻ അടിക്കാൻ പോവാണോ? അവൾക്കത് കിട്ടേണ്ട തന്നെയായിരുന്നു. എവിടെ അവളുടെ കണ്ണ്? ചാടി തുള്ളി വന്ന വണ്ടിയുടെ മുന്നിൽ ചാടിയിട്ടല്ലേ? ഹർഷൻ പല്ല് കടിച്ചു. ജയന്തി മിണ്ടിയില്ല. എന്നാലും ഏട്ടാ, പാവല്ലേ, ഇപ്പം ആ കുട്ടിയുടെ സ്ഥാനത്ത് ഞാൻ ആരുടെയെങ്കിലും ബൈക്കിന് മുന്നിൽ പോയി ചാടിയിട്ട് അവരെന്നെ തല്ലിയിരുന്നെങ്കിൽ ഏട്ടൻ എങ്ങനെ പ്രതികരിക്കും? നിമ ചോദിച്ചു.
എൻ്റെ അനിയത്തിയെ തൊട്ടാ വെട്ടും ഞാൻ അവൻ്റെയൊക്കെ കൈ, ഹർഷൻ ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേൾക്കവേ നിമയും ജയന്തിയും ഒന്ന് പുഞ്ചിരിച്ചു. അതുപോലെ തന്നെ അല്ലേ മോനെ ആ കുട്ടിയും. ഇനി നീ ആ കുട്ടിയെ അടിച്ചെന്നും പറഞ്ഞ് ആരെങ്കിലും വന്ന് ബഹളം ഉണ്ടാക്കിയാലോ? ജയന്തിക്ക് ആദിയായി. ഓ പിന്നെ, എന്നാ വരട്ടെ അവളുടെ ആളുകൾ ചോദിക്കാൻ. അമ്മയൊന്ന് പോയേ, അവൻ ചുണ്ടുകൂട്ടി. നിമ ജയന്തിയോട് ഇനിയൊന്നും പറയണ്ട എന്ന പോലെ കണ്ണ് ചിമ്മി കാണിച്ചു. ഏട്ടൻ പോയിട്ട് കുളിച്ചിട്ട് വാ, ഞാൻ അപ്പോഴേക്കും ചായ എടുക്കാം, നിമ അവനോട് പറഞ്ഞു. അവനൊന്ന് മൂളിക്കൊണ്ട് അവൻ്റെ റൂമിലേക്ക് നടന്നു. ഹർഷൻ മഹാദേവൻ. കളരിക്കൽ വീട്ടിൽ മഹാദേവൻ്റെയും ജയന്തിയുടെയും മൂത്ത മകൻ. രണ്ടാമത്തെയാൾ നിമ മഹാദേവൻ. ഹർഷൻ ഇപ്പോൾ അവിടെ കുറച്ചു ദൂരെയുള്ള കേരള ബാങ്കിൽ മാനേജറാണ്. നിമ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഒരു ഇടത്തരം കുടുംബമാണ് അവൻ്റേത്. പഴയൊരു ഇരുനില തറവാട് മോഡലാണ് അവൻ്റെ വീട്. മഹാദേവൻ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ 5 വർഷത്തോളമായിരിക്കുന്നു. മഹാദേവൻ മരിച്ചതോടുകൂടി അവരുടെ ബന്ധുക്കളും അവിടേക്കുള്ള വരവ് കുറച്ചു. പിന്നീടുള്ള ആ കുടുംബത്തിൻ്റെ ചുമതല മുഴുവൻ ഹർഷനായിരുന്നു. അവന് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജീവിതം ബുദ്ധിമുട്ടില്ലാതെ തന്നെ മുന്നോട്ടു പോയി. പക്ഷേ ഇടയ്ക്ക് വെച്ച് ജയന്തിക്കൊരു നെഞ്ചുവേദന വന്നപ്പോഴാണ് അവരുടെ ജീവിതം വീണ്ടും താളം തെറ്റിയത്. ഹാർട്ട് ബ്ലോക്കായിരുന്നു ജയന്തിക്ക്. ഇപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റിലാണവർ. ബാങ്കിലേക്ക് എളുപ്പത്തിൽ പോയി വരാനും അമ്മയെ ഹോസ്പിറ്റലിൽ കാണിക്കാനുമുള്ള സൗകര്യത്തിന് ഹർഷൻ ടൗണിൽ നിന്ന് കുറച്ച് മാറി ഒരു വീട് വാങ്ങി. ജയന്തിയെ നോക്കാനായി ഹർഷൻ ഒരു ഹോം നഴ്സിനെയും അവിടെ നിർത്തിയിട്ടുണ്ട്. ശാരദ എന്നാണ് അവരുടെ പേര്. ശാരദയുടെ വീട് അടുത്തായതുകൊണ്ട് തന്നെ അവർ നിമ കോളേജ് വിട്ട് വന്നാൽ പിന്നെ തിരികെ പോവും. പിന്നീട് രാവിലെ വരും. ഹർഷന് അമ്മ എന്ന് വെച്ചാൽ ജീവനാണ്. ബാങ്കിൽ ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരുന്നു ജയന്തി പറഞ്ഞത് പ്രകാരം അവരുടെ ഹോം നഴ്സ് ശാരദ ഹർഷനെ വിളിച്ചത്. ഹർഷൻ സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് ചേർത്തതും ശാരദ ഫോൺ ജയന്തിക്ക് നേരെ നീട്ടി. അമ്മയ്ക്ക് ആകെ ഒരു നെഞ്ചുവേദന പോലെ മോനെ, നീ പേടിക്കണ്ടപ്പ, അവർ പേടിയോടെ പറഞ്ഞപ്പോഴേക്കും ഹർഷൻ ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞ് പേടിയോടെ അവൻ്റെ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. അപ്പോഴേക്കും അമ്മ വീണ്ടും വിളിച്ചു. അമ്മയോട് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് അവൻ വണ്ടി ഓടിച്ചിരുന്നത്. ബാങ്കിൽ ഒരു സുഹൃത്ത് സംസാരിക്കുന്നതിനിടയിൽ വീട്ടിലേക്ക് പോകാൻ ഒരു കുറുക്കുവഴി പറഞ്ഞു തന്നത് അവന് പെട്ടെന്നാണ് ഓർമ്മ വന്നത്. ടൗണിൽ നിന്നും കുറച്ചു മാറി ഉള്ളിലൂടെ ഒരു ഗ്രാമം, അതിലൂടെയായിരുന്നു ആ വഴി. അവൻ പെട്ടെന്ന് ആ വഴിയിലൂടെ ബുള്ളറ്റ് മുന്നോട്ടെടുക്കുമ്പോഴും അമ്മയെ പെട്ടെന്നൊന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു അവൻ്റെ മനസ്സിൽ. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് അതിനിടയിൽ കനി വന്നു പെട്ടതും അവൻ്റെ ഫോൺ താഴെ വീണതുമെല്ലാം. റോഡിൽ നിന്നും മാറാതെ ചെവി പൊത്തി നിൽക്കുന്നവളെ കണ്ടപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവൻ അവളെ അടിച്ചുപോയി. ബെഡിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഹർഷൻ. അമ്മ പറഞ്ഞതുപോലെ എത്രയൊക്കെ ദേഷ്യം വന്നാലും അവളെ അടിക്കരുതായിരുന്നു എന്നവൻ കുറ്റബോധത്തോടെ ഓർത്തു. എന്നാൽ താൻ കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ടും ഭാവവ്യത്യാസമില്ലാതെ തന്നെ നോക്കുന്ന അവളുടെ മുഖം ഓർമ്മയിൽ തെളിഞ്ഞതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അഹങ്കാരി, അവൻ്റെ ചുണ്ടുകൾ മുഴിഞ്ഞു. അടുത്ത ദിവസവും കനിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. പക്ഷേ അപ്പോഴേക്കും ബാങ്കിൽ വർക്ക് ചെയ്യുന്നതിനിടയിലും അവൻ്റെ ഓർമ്മകളിൽ പലതവണ കനി വിരുന്നു വരാൻ തുടങ്ങിയിരുന്നു. ഛേ, ഞാനെന്തിനാ അഹങ്കാരിയെക്കുറിച്ച് ഓർക്കുന്നത്? അവന് സ്വയം അവനോട് തന്നെ ദേഷ്യം തോന്നി. പക്ഷേ ആ രാത്രി അവന് എന്തുകൊണ്ടോ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒന്നുറക്കം പിടിച്ചു വരുമ്പോഴേക്കും ആരോ കരയുന്ന ശബ്ദം ചെവിയിൽ മുഴങ്ങുന്നു. ആ കരയുന്ന പെണ്ണിന് അവളുടെ മുഖം. ആരൊക്കെയോ ചേർന്ന് അവളുടെ ശരീരം കീഴടക്കാൻ ശ്രമിക്കുന്നു. ഹർഷൻ കണ്ണുകൾ വെട്ടി തുറന്ന് ബെഡിൽ എഴുന്നേറ്റിരുന്നു. അവൻ്റെ മുഖം ആകെ വിയർത്തു കുളിച്ചിരുന്നു. അവൻ പെട്ടെന്ന് ടേബിളിലിരിക്കുന്ന ജഗ് വലിച്ചെടുത്ത് അതിൽ നിന്നും വെള്ളം വായിലേക്ക് കമഴ്ത്തി. അവൻ്റെ കണ്ണുകൾ എന്തിനോ കലങ്ങി ചുവന്നു. ആരാവൾ? ഞാനെന്തിനിപ്പോൾ അവളെ സ്വപ്നം കണ്ടത്? അവൻ തലമുടിയിൽ പിടിച്ചു വലിച്ചു. കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഒരിക്കൽ മാത്രം കണ്ടിട്ടുള്ളൊരു പെൺകുട്ടിയെ ഓർത്ത് താൻ എന്തിനിങ്ങനെ കരയണം? കുറ്റബോധമാണോ അവളെ അടിച്ചതിൽ? അവന് തന്നെ അറിയുന്നില്ലായിരുന്നു. പക്ഷേ അവൻ അവളെ ഒന്ന് കാണണമെന്ന് തോന്നി. മുഖം അമർത്തി തുടച്ച് ബെഡിലേക്ക് കിടക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഹർഷൻ കനിയെ കാണാനുള്ള ആഗ്രഹത്തിൽ. അവളോട് തനിക്ക് എന്താണെന്ന മനസ്സിൻ്റെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അവൻ കനിയെ തേടി ഇറങ്ങുകയാണ്. അവളുടെ ജീവിതത്തിന് നിറം പകരാനുള്ള അവൻ്റെ യാത്ര തുടരും.